ഈ കാണുന്ന വിറകിൽ നിന്നാണ് ഞാൻ വെടിമരുന്നുണ്ടാക്കിയത്. എങ്ങനെയാണെന്നല്ലേ, വീഡിയോ കാണ്. ഇനി വേണ്ടതാണ് നമുക്ക് ചാരം, കാൽസ്യം കാർബൈഡ്. കണ്ട ചാരാണ് ഇത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വാരി കുറച്ചെടുത്ത് തീക്കിടുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. വെള്ളം വരുന്നത് വെള്ളം നന്നായിട്ട് ഒഴിക്കണം. കണ്ടില്ലേ, കാൽസ്യം കാർബൈഡ് ചാരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ ലയിക്കണം സാധനം. അതിനുശേഷം നമ്മൾ കലക്കി വെച്ച ചാരമുണ്ടല്ലോ, ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കണം. ഞാനൊരു കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം നമ്മൾ അരിച്ചെടുത്തിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് പൊട്ടാസ്യം നൈട്രേറ്റ് ഉള്ളത്. പൊട്ടാസ്യം നൈട്രേറ്റ് പറഞ്ഞാൽ നമ്മൾ വെടിമരുന്ന് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കണം. മറ്റേ കെമിക്കൽ ഇതിലാണ് ഉള്ളത്, ഈ ചാരത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ ചാരത്തിൽ നിന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൽസ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞൊരു വളം നമ്മൾ പൊടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാവും. ഒരു ക്രിസ്റ്റലാണ്, അത് പൊടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കണത്. അപ്പോൾ ഇതിലത്തെ ചാരം ഡസ്റ്റായിട്ട് പൊടിയായിട്ട് മാറും. എന്നിട്ട് നമ്മളിത് ചൂടാക്കി കഴിയുമ്പോൾ ഇത് നീരാവിയായിട്ട് പോകും. അങ്ങനെ ഇത് ലാസ്റ്റ് കിട്ടുന്നതാണ് പൊട്ടാസ്യം നൈട്രേറ്റ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇത് ഇടാൻ പോവാണ്, കാൽസ്യം നൈട്രേറ്റ് കാൽസ്യം കാർബൈഡിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഞാൻ തുറന്നുണ്ട്, പാത്രത്തിൻ്റെ മൂടി ഞാൻ തുറന്നുണ്ട്. അതിലുള്ള ചാരത്തിൻ്റെ വെള്ളം നമ്മൾ ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് നീരാവിയായിട്ട് പോയി കഴിഞ്ഞാലാണ് ലാസ്റ്റ് കിട്ടുന്നതാണ് നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ്. നമ്മളെ പടുപ്പ് മാറ്റിയിട്ടുണ്ട്. ഇതാണ് പടുപ്പ്. നമ്മളെ പടുപ്പ് എക്സ്റ്റെൻഡ് ആക്കിയിട്ടുണ്ട്. അവിടെ മര്യാദ കത്തണില്ല. ഇതാണ് നമ്മളടുപ്പ്. കണ്ടില്ലേ, പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇത് വെള്ള കളറിൽ കണ്ടോ. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇടണം. പഞ്ചസാര ഇടണമെന്ന് വെച്ചാൽ പെട്ടെന്ന് കത്താനായിട്ടാണ് പഞ്ചസാര ഇടയുന്നത്. പഞ്ചസാര ചുറ്റും നന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ കട്ട രൂപത്തിൽ വരണം, ഒരു കുഴഞ്ഞ രൂപത്തിൽ. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. നമ്മതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാധനത്തിൽ നമ്മൾ കുറച്ച് ടെസ്റ്റ് ചെയ്യാൻ പോകണം, കത്തോ ഇല്ലെന്ന്. ചാരത്തിൽ നിന്നാണ് നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഗ്ലാസ്സിൽ ഞാൻ അവിടെ തട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളൂ ടെസ്റ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് അത് ലൈറ്റർ കൊണ്ട് ഞാൻ കത്തിച്ച് നോക്കുന്നുണ്ട്. ഞാനൊന്ന് കത്തിച്ചപ്പോഴേക്കും അത് കത്തണുണ്ടായി. എന്ത് ഫാസ്റ്റിലാണ് കത്തണത്. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയധികം ചൂടാണ് ഉണ്ടാവുന്നത്. ചാരത്തിൽ നിന്നാണ് ഈ പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, എന്ത് അടിപൊളിയായിട്ടാണ് ഇത് കത്തണത്. നോക്കി കത്തിച്ചാൽ മാത്രമേ ഓർമ്മയുള്ളൂ എന്ത് സ്പീഡിലാണ്. എത്ര പെട്ടെന്ന് കത്തിക്കഴിഞ്ഞത് നമ്മൾ എത്ര നേരം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.